ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശാലിനിയെ കാത്തു നിൽക്കുകയാണ് സത്യഭാമയും വിഷ്ണുവും രാഘവനും, അങ്ങനെ എല്ലാവരും. കുറേ നേരം കാത്തു നിൽക്കുന്നു. ഇത്രയും നേരമായിട്ടും ശാലിനി വന്നിട്ടില്ല. വിഷ്ണുവിന് വല്ലാതെ ടെൻഷനാകുന്നുണ്ട്. നമുക്ക് എന്തായാലും ചടങ്ങ് തുടങ്ങി വെക്കാമെന്ന് രാഘവൻ പറയുന്നുണ്ട്. എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് സത്യഭാമ വിളിക്കുമ്പോഴാണ് ശാലിനി അവിടേക്ക് വന്നത്. എല്ലാവരും വലിയ സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് നോക്കുന്നു. ശാലിനി കാറിൽ നിന്നും ഇറങ്ങി ഒരു പുഞ്ചിരിയോടെ ഭാമ ശാലിനിയെ നോക്കുന്നുണ്ട്. തൊട്ട് പിന്നാലെ തന്നെ ശാരദാമ്മയും സത്യയും ഇറങ്ങുന്നു. ഹായ് സത്യ, സത്യ എന്ന് പറഞ്ഞ് പപ്പി ഓടിപ്പോയി സത്യയെ കെട്ടിപ്പിടിക്കുന്നു. അതുപോലെ സത്യ ഒരു ചുംബനം കൊടുക്കുന്നുണ്ട് പപ്പിക്ക്. അതുപോലെ പപ്പിയും സത്യയും അങ്ങോട്ടും ഇങ്ങോട്ടും ചുംബനം കൊടുക്കുന്നു. എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, കയറി വാ വാ എല്ലാവരും വാ എന്നൊക്കെ ഭാമ അവിടെ നിന്ന് പറയുന്നുണ്ട്. രാമേട്ടനോട് ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതിയെന്ന് ശാലിനി പറയുമ്പോൾ രാമേട്ടൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ശാലിനി അവിടേക്ക് വരുമ്പോൾ തന്നെ വിഷ്ണുവിന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. കയറി വാ മോളെ എന്ന് ഭാമ വലിയ സ്നേഹത്തോടെ ശാലിനിയെ വിളിക്കുന്നു. അങ്ങനെ ശാലിനി അവിടേക്ക് കയറി വരുന്നുണ്ട്. കൂടെ ശാരദാമ്മയും സത്യയും. എല്ലാവരും ഞങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കായിരുന്നോ, നല്ല ബ്ലോക്കായിരുന്നോ, അതാ ലേറ്റായത് എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. സത്യഭാമ ശാലിനിക്ക് ഒരു ബൊക്ക കൊടുക്കുന്നുണ്ട്. ബൊക്ക കൊടുത്ത് സ്വീകരിക്കാൻ. വാങ്ങിച്ചോളൂ, കുഞ്ഞിന് വേണ്ടി വാങ്ങിയതാണെന്ന് പിള്ളച്ചേട്ടൻ പറയുമ്പോൾ അതിശയത്തോടെ ശാരദാമ്മയെ നോക്കുകയാണ് ശാലിനി. സന്തോഷത്തോടെ ശാലിനി ആ ബൊക്ക വാങ്ങി. സത്യമ്മേ, ഇതൊക്കെ എന്തിനാണെന്ന് ശാലിനി ചോദിക്കുന്നു. ഇതൊരു നല്ല ദിവസമല്ലേ, അത് നിന്റെയും വിഷ്ണുവിൻ്റെയും ജീവിതത്തിൽ പ്രകാശിക്കട്ടെ എന്ന് രാഘവൻ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സ്വീകരണം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന്. എല്ലാം ഭാമ നിശ്ചയിക്കുന്നത് പോലെയാണ്. മരുമകളെ നല്ല രീതിയിൽ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമല്ലേ എന്ന് രാഘവൻ പറയുന്നു. അതിനിടയിൽ പപ്പിയുടെ കയ്യിലിരിക്കുന്ന ആ ഡോള് കാണിക്കുന്നുണ്ട് സത്യയെ. അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് പോകുന്നു. ഇങ്ങനെ നിന്നാൽ എങ്ങനെ, അകത്തേക്ക് വാ എന്നൊക്കെ രാഘവൻ പറയുമ്പോൾ പിള്ളച്ചേട്ടനോട് പിള്ള എന്ന് വിളിക്കുന്നുണ്ട് ഭാമ. പിള്ള അവിടെ താഴെ ഒരു തട്ടെടുത്ത് വെച്ചു. വലതുകാൽ അതിലേക്ക് വെക്കേ. കുറെ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ മരുമകൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അതിൻ്റെതായ മര്യാദകളോട് കൂടി തന്നെ ഞാൻ എൻ്റെ മരുമകളെ സ്വീകരിക്കും. കാലതിൽ വെക്കേ എന്ന് ഭാമ പറയുന്നു. അങ്ങനെ ആ തട്ടിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ശാലിനി. ഇതൊക്കെ കണ്ടിട്ട് ശാലിനിയുടെ കണ്ണ് നിറയുന്നുണ്ട്. സത്യഭാമ തന്നെ ശാലിനിയുടെ കാലിങ്ങനെ കഴുകി കൊടുക്കുകയും ചെയ്യുന്നു. ശാരദാമ്മയും വലിയ സന്തോഷത്തോടെയാണ് ഇതൊക്കെ കണ്ടു നിൽക്കുന്നത്. ഇതൊന്നും വിശ്വസിക്കാനാകാതെ വിഷ്ണു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. ഇനി കയറാലോ എന്ന് രാഘവൻ പറയുമ്പോൾ ഇപ്പൊ വരാം പൊന്നി, ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് പൊന്നിയും സത്യഭാമയും അകത്തേക്ക് കയറി പോകുന്നു. അച്ഛാ, എന്താ ഇതൊക്കെ എന്ന് ശാലിനി ചോദിക്കുന്നു. മോളെ, ഭാമയുടെ നിർബന്ധങ്ങളല്ലേ, നടക്കട്ടെ എന്ന് രാഘവനും പറയുന്നുണ്ട്. ഒരു നിലവിളക്ക് കത്തിക്കുകയാണ് ഭാമ. പിന്നെ ആരതി ഒഴിയാനായി മറ്റൊരു തട്ടിൽ അതുപോലെ തന്നെ വിളക്ക് തെളിയിക്കുന്നുണ്ട്. തീ കത്തിക്കുന്നുണ്ട്. ഇതേസമയം സുസ്മിത അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഭാമ ഇപ്പോൾ ആരതി ഒഴിയാനുള്ള സാധനങ്ങളുമായിട്ട് വരുന്നുണ്ട്. നിലവിളക്കുമായി തൊട്ടു പിന്നാലെ പൊന്നിയും വരുന്നു. വിഷ്ണുവിനെയും അരികിലേക്ക് വിളിക്കുന്നുണ്ട്. അതിശയത്തോടെ നിൽക്കുകയാണ് വിഷ്ണു. വിഷ്ണു ഇപ്പോൾ ശാലിനിയുടെ തൊട്ടരികിൽ നിൽക്കുന്നു. രണ്ടുപേരെയും ഒന്നിച്ച് ആരതി ഒഴിയുന്നുണ്ട് ഭാമ. ഇനിയിപ്പോൾ ചത്താലും വേണ്ടിയില്ല, നമ്മുടെ സത്യഭാമ തന്നെയാണോ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന് വന്ന ബന്ധുക്കളിൽ ഒരാൾ പറയുന്നു. ആരതി ഒഴിഞ്ഞതിന് ശേഷം ആ നിലവിളക്ക് ഭാമ ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ശാലിനി അത് പിടിക്കുന്നുണ്ട്. ആചാരവിധി പ്രകാരമാണ് ഞാൻ എൻ്റെ മരുമകളെ അകത്തേക്ക് കയറ്റുന്നത്. ഇനി ഇത് ഇവളുടെ വീടാണ്, ഇവളുടെ മാത്രം എന്നൊക്കെ സത്യഭാമ പറയുന്നു. ഈ ഒരു സന്തോഷത്തിലേക്ക് ആ സുസ്മിത കയറി വന്നേക്കരുതേ എൻ്റെ ഭഗവാനെ. അവൾ വന്നാൽ എല്ലാ സന്തോഷവും കെട്ടുപോകുമെന്ന് ശാലിനി മനസ്സിൽ വിചാരിക്കുന്നു. അകത്തേക്ക് വരൂ, വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി വരൂ എന്ന് സത്യഭാമ പറയുന്നു. എല്ലാവരെയും അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. എല്ലാവരും പോകുമ്പോൾ വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് വിഷ്ണു. ഇപ്പോഴും വിഷ്ണുവിന് ഇതൊക്കെ ഒരു അതിശയത്തോടെയാണ് കാണാൻ സാധിക്കുന്നത്. രോഹിത്തും അകത്തേക്ക് പോകുന്നു. എൻ്റെ ഭഗവാനെ, എന്തൊക്കെയാ ഞാൻ ഈ കാണുന്നത്, ഈ സന്തോഷം എന്നും നിലനിർത്തി തരണേ എന്ന് രാഘവൻ പ്രാർത്ഥിക്കുന്നു. സുസ്മിത അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എല്ലാ പ്രശ്നങ്ങളും മാറ്റി സന്തോഷത്തോടെ ജീവിക്കാനായിരിക്കും മരുമകൾക്കും അമ്മായിയമ്മയ്ക്കും വിചാരം. പക്ഷേ സുസ്മിത അതിന് അനുവദിച്ച് കൊടുക്കില്ല. കാലാകാലങ്ങളോളം അമ്മായിയമ്മയും മരുമകളും ശത്രുപക്ഷത്ത് തന്നെ ഉണ്ടാകണം. അതാണ് നാട്ടുനടപ്പ്. അത് അങ്ങനെ മുന്നോട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ മരിക്കണമെന്നും സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നു. സത്യഭാമ നന്നായതിൻ്റെ ഡബിൾ സന്തോഷമായിരിക്കും രാഘവന്. രോഹിത്തിനും ശ്യാമിക്കും വിവാഹ വാർഷികത്തിന്റെ സന്തോഷവും. അങ്ങനെ മൊത്തത്തിൽ ആഘോഷത്തിന്റെ പൂത്തിരി കത്തിക്കുകയായിരിക്കും സത്യഭാമയും മക്കളും. കൈയടി നടക്കട്ടെ, സന്തോഷിച്ച് മറിയട്ടെ. ഒരു ബോംബ്, ഒരു ഒറ്റ ബോംബ് പൊട്ടിയാലുള്ള അവസ്ഥ, സത്യഭാമയുടെ കുടുംബം ചിഹ്നമാകും. നിന്റെ എല്ലാ സന്തോഷവും തകർക്കാൻ ഞാൻ ഒരുത്തി ഇറങ്ങിയിട്ടുണ്ട്. തടയാൻ പറ്റുമെങ്കിൽ നീ തടഞ്ഞോ. കുടുംബം തകർക്കാൻ പറ്റുന്ന ഒരു ന്യൂക്ലിയർ ബോംബ് തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ അവിടെ എത്തിയാൽ ആ നിമിഷം ഞാനത് പൊട്ടിക്കും. പപ്പി ശ്യാമയുടെ മകളല്ല എന്നുള്ള കാര്യം തെളിവ് സഹിതം ഞാൻ അവിടെ പറയും.
എന്നൊക്കെ സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നു. ഇതേസമയം ഭാമയുടെ കുടുംബത്തിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും വലിയ സന്തോഷം. പൊന്നിയവിടേക്ക് പായസവുമായി വന്നു. ഭഗവാന് നേർന്ന പായസമാണ്. കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും സൗഖ്യത്തിനും ഒക്കെ വേണ്ടി നേർന്നതാണ്. ഇതാദ്യമായി കഴിക്കേണ്ടത് മോള് തന്നെയാണ് എന്നും ഭാമ പറയുന്നു. ഇനി ഇവിടുത്തെ കുടുംബനാഥയും മോള് തന്നെയാണല്ലോ എന്നും ഭാമ പറയുന്നു. അങ്ങനെ ഭാമ തന്നെ ശാലിനിയുടെ വായിൽ അത് വെച്ച് കൊടുക്കുന്നു. ഇന്ന് ശരിക്കും ആരുടെയാണ് വിവാഹ വാർഷികം? വിഷ്ണുവിൻ്റെയോ അതോ രോഹിത്തിൻ്റെയോ എന്ന് കൂട്ടത്തിൽ കൂടിയ ഒരാൾ ചോദിക്കുന്നു. ശാലിനി സത്യാമ്മ ഒരുക്കി നിർത്തുന്നത് കണ്ടാൽ തോന്നും ഇന്ന് ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. ആദ്യം വീട്ടിലേക്ക് വന്നു കയറിയതും മരുമകളായതും എൻ്റെ മരുമകൾ ശാലിനിയാണ്. അപ്പോൾ ഇവള് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എന്തും. ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എന്ന് പറഞ്ഞ് ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാതിരിക്കില്ലെന്ന് വിചാരിക്കണ്ട. അത് ഇതിലും ഗംഭീരമായിട്ടായിരിക്കും ആഘോഷിക്കുന്നത് എന്നൊക്കെ ഭാമ പറയുമ്പോൾ വിഷ്ണു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എൻ്റെ അമ്മയുടെ ഈ സന്തോഷം കണ്ടിട്ട് എനിക്ക് പേടി തോന്നുകയാണ് ചെയ്യുന്നത്. ഏത് നിമിഷവും മാറാവുന്ന ഒരു സ്വഭാവം തന്നെയാണ് അമ്മയുടേത് എന്നൊക്കെ. ഈ സന്തോഷം അവൾ തല്ലിക്കെടുത്തുമെന്ന് ശാലിനിയും വിചാരിക്കുന്നു. അവൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണണേ എന്നൊക്കെയാണ് ശാലിനി പ്രാർത്ഥിക്കുന്നത്. എന്താ മോളെ ആലോചിക്കുന്നത് എന്ന് ഭാമ ചോദിക്കുന്നു. ഒന്നുമില്ല എന്ന് ശാലിനി. പിന്നെ അടുത്ത പായസം എടുക്കുന്നു. അത് പഞ്ചാമൃതമാണ്. ഇത് കഴിക്കുമ്പോഴും കൊടുക്കുമ്പോഴും സ്നേഹവും ഒക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് എന്നൊക്കെ ഭാമ പറയുന്നു. അങ്ങനെ അതും ശാലിനിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഭാമ. ഇതെന്തൊക്കെയായി കാണിക്കുന്നത്? ഇത് സത്യാമ്മ തന്നെയാണോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രത്തോളം സ്നേഹം സത്യാമ്മയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നോ? അതോ ഈ കാണിക്കുന്നതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ശാലിനി വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു സ്ത്രീ പറയുന്നുണ്ട് അവിടെ കൂടിയ, ഇതിലും ഭേദം ഒരു കേക്കും കൂടെ വാങ്ങിച്ചിട്ട് രണ്ടുപേരുടെയും വിവാഹ വാർഷികം ഒന്നിച്ച് നടത്തുന്നതായിരുന്നു എന്ന്. പെട്ടെന്ന് സത്യഭാമയുടെ മുഖം വല്ലാണ്ടാവുകയും അപ്പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. പറഞ്ഞത് കുഴപ്പമായോ? അവരെന്താ അങ്ങനെ പോയി കളഞ്ഞത് എന്ന് അവർ പറയുമ്പോൾ രാഘവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നിന്നിപ്പോൾ സ്വഭാവം മാറുന്ന ആളാണ് ഭാമ. ഇനിയിപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടായി കാണുമോ എന്തോ. സത്യഭാമ അകത്തേക്ക് പോയപ്പോൾ തന്നെ എല്ലാവരും ടെൻഷനാകുന്നു. സുസ്മിത എല്ലാ കാര്യങ്ങളും മനസ്സിൽ കാണുകയാണ്. ശ്യാമയുടെ മുഖത്ത് അടി വീഴുന്നതും അങ്ങനെ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം. അങ്ങനെ ഇതെല്ലാം സ്വപ്നം കണ്ട് സുസ്മിത അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.